Doctors Talking. Today we have SUT Patam Hospital CEO Colonel Rajiv Manari sir. Sir, welcome to the show. Thank you. സർ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോക്കൽ ബോഡീസ് ഹെൽത്ത് റെസ്പോൺസിബിലിറ്റീസ് എത്രത്തോളം ഇപ്പോൾ മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. സാറിൻ്റെ രീതിയിലുള്ള ഒരു അഡ്വൈസാണ് നമുക്ക് വേണ്ടത്. സോ ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത് തന്നെ ഗ്രാമപഞ്ചായത്തുണ്ട്, അതുപോലെ മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. അവിടെ എത്രത്തോളം ഹെൽത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്, അതായത് ഇപ്പോൾ നടക്കുന്ന പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നാലും അതുപോലെ മലിനീകരണം ചെയ്യുന്നതായിരുന്നാലും മറ്റു പല കാര്യങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത് സാറിൻ്റെ അഭിപ്രായത്തിൽ? ഒന്ന്, എനിക്ക് തോന്നുന്നു അനീഷയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഈ പുതിയ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ ഭാരവാഹികളൊക്കെ ചാർജ് എടുത്തിരിക്കുന്ന സമയം ആയതുകൊണ്ട് അവർക്ക് ശ്രദ്ധിക്കാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ആ പ്രിവെൻഷന് വേണ്ടി ഈ ആരോഗ്യത്തിന് ശരിയല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ആലോചിക്കാം. ഒന്ന്, ഈ എയർ പൊല്യൂഷൻ, അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇത് രണ്ടും എല്ലാം കൂടെ ഒരു പരിസ്ഥിതി എങ്ങനെ കുറേയും കൂടെ മെച്ചപ്പെടുത്താം എന്നുള്ളതിന് ഏറ്റവും സഹായകരമായ ഏജൻസി ലോക്കൽ ബോഡി തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ ആമിഴഞ്ചാൻ തോട് മുതൽ 3-4 വാട്ടർ ബോഡീസ്, ഫ്ലോയിങ് വാട്ടർ ബോഡീസ് ശുദ്ധി ചെയ്തെടുക്കും ഒരു അനൗൺസ്മെൻറ്റ് കണ്ടു. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം നമ്മുടെ വാട്ടർ സോഴ്സസ് എല്ലാം മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാരണവും അതുപോലെ എയർ പൊല്യൂഷൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടും കുറേ അധികം ഹാനികരമായ സ്ഥിതിവിശേഷം വന്നു ചേർന്നിട്ടുണ്ട്. ഇത് കുറേയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുകയാണെങ്കിൽ തന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യം കുറേയും കൂടെ മെച്ചപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളുമുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ശരിയായ രീതിയിലല്ലാത്ത പോലെ തോന്നിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇപ്പോൾ റീസൈക്ലിംഗ് ആണ് ഏറ്റവും നല്ല മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ അത് ഉപയോഗിച്ച് റോഡ് നിർമ്മാണം, ടാറിങ്ങിന് അത് വളരെ ഫലപ്രദമാണെന്നൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ച് ഒരു നല്ല രീതിയിൽ സംയോജിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ മലിനീകരണമായിട്ട് കാണുന്നതും പരിസ്ഥിതിക്ക് വിഘാതമായിട്ട് കാണുന്ന സംഗതികൾ കുറേയും കൂടെ ഫേവറബിളായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ലോക്കൽ ബോഡീസാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റിയ ഏജൻസീസ്. സർ, ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ്സ് ഒത്തിരി വരുന്നുണ്ട്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം കേരളമായിരുന്നാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി ഡ്രോബാക്സും ഉണ്ട് അതിന്. അതായത് കുറേ കാര്യങ്ങൾ ഡിലേ ആയി പോകാറുണ്ട് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഡിലേ നമുക്ക് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്? അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. ഈ നമ്മുടെ ഒരു സംസ്ഥാനത്ത് പൊതുവേ കാണുന്ന ഒരു ടൈം ബൗണ്ട് ആക്ഷൻസ് ഇല്ല. ഇപ്പോൾ ഇന്ന സംഗതിക്ക് ഇത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ആ ഫണ്ട് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് അത് ഏത് ടൈം ലൈനിനുള്ളിൽ അത് തീർത്തിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു കാര്യമായ ധാരണയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ PWD ആയാലും വേറെ ഏത് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഏജൻസി ആരായാലും കൊള്ളാം, ഒരു കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്റ്റ് ഇന്ന സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ ഒരു പെനാൽറ്റി ക്ലോസും കൂടെ വയ്ക്കുകയാണെങ്കിൽ ഇത് കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് തീർച്ചയാണ്. പിന്നെ അതുപോലെ തന്നെ ആർബിട്രറി ക്ലോസസ് മാറ്റിയിട്ട് കുറേയും കൂടെ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഉപഭോക്താവിന് പ്രയോജനകരമായ രീതിയിൽ സംഗതികൾ ചെയ്തു തീർക്കാനൊരു പരിഗണനയും കൂടെ വന്നാൽ വളരെ നന്നാകും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ ട്രിവാൻഡ്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഹെൽത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ശ്രീചിത്രയായാലും മെഡിക്കൽ കോളേജ് ആയാലും RCC ആയാലും ഇതെല്ലാം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന
പ്രവർത്തിക്കാവുന്ന ഓർഗനൈസേഷൻസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു റെഫറൽ സിസ്റ്റം ഇവിടെ ശ്രീചിത്രയിൽ ഒഴിച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ റെഫറൻസ് സിസ്റ്റത്തിനെ മറികടന്നാണ് ആൾക്കാർ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ നമ്പേഴ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സാണ് അവിടെ ചെന്ന് ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചികിത്സാ രീതികളും ചികിത്സാ സമ്പ്രദായങ്ങളും ചികിത്സയുടെ പ്രയോറിറ്റീസും ഒക്കെ മാറുകയാണ്. വേണ്ട വണ്ണം ആൾക്കാരെ നോക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കുക? ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് തുടങ്ങി ആ ഓരോ ലെവലിലുള്ള പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേഷ്യറി കെയറിന് മുമ്പ് ചെയ്യേണ്ട സംഗതികൾ ഓരോ തലത്തിലും അവിടെയുള്ള ഫെസിലിറ്റീസ് ശരിക്കും യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ടേഷ്യറി കെയർ, കോട്ടണറി കെയർ സെൻറ്റേഴ്സിലേക്കുള്ള ഈ പ്രവാഹം കുറേ തടയാൻ പറ്റും. അത് തടഞ്ഞാൽ തന്നെ ഓരോ ലെവലിലും ഉള്ള ട്രീറ്റ്മെൻറ്റ്, അതാത് ലെവലിൽ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഫലപ്രദമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ ക്രൗഡിങ് അല്ലെങ്കിൽ കഞ്ചഷൻ ഇൻ മേജർ ഏരിയാസ് അതാണ് ആദ്യം ഫലപ്രദമായി നിയന്ത്രിക്കേണ്ടത്. സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ പൊല്യൂഷൻ, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സിൽ വരുന്ന കുറേ പൊല്യൂട്ടഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് തന്നെയാണ് നമുക്ക് ജനങ്ങൾക്ക് കൂടുതലും ഇപ്പോൾ ഡെങ്കു പോലെയുള്ള രോഗങ്ങൾ വരുന്നതും അതുപോലെയുള്ള പല രോഗങ്ങൾ വരുന്നതും ഈ ഒരു പൊല്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ലോക്കൽ ബോഡീസ് തന്നെയാണ് നോക്കി അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഗവൺമെൻറ്റാണ് അതിന് കൂടുതലും കൈകാര്യം ചെയ്യേണ്ടത്. ആസ് എ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ, ആസ് എ ഒരു പബ്ലിക് എന്നുള്ള രീതിയിൽ എന്ത് കാര്യം ചെയ്യാൻ സാധിക്കും? ഇതും വളരെ ഒരു നാഗരികൻ എന്നുള്ള നിലയിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത് ഈ ശുചിത്വത്തിൻ്റെ കാര്യം. മലയാളികൾ ശുചിത്വത്തിൽ വിശ്വസിക്കുന്ന കൂട്ടരാണ്, ശുചിത്വം പാലിക്കുന്ന കൂട്ടരാണ്. പക്ഷേ അവനവൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ മാത്രം, അവനവൻ്റെ വീടിനുള്ളിൽ മാത്രം. പുറത്ത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ മാലിന്യമുണ്ടെങ്കിൽ അത് പുറത്തെറിയുന്നതിന് എനിക്ക് വിരോധമില്ല. എൻ്റെ വീട്ടിൽ കാണാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് മാറിയിട്ട് ഒരു സിറ്റിസൻസ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒന്ന്, ഞാൻ അങ്ങനെ എറിയില്ല. രണ്ടാമത്, അങ്ങനെ എറിയാൻ പാടില്ല എന്നൊരു പൊതു അവബോധം ഉണ്ടാക്കാൻ സാധിക്കും. ഗവൺമെന്റിനെ കുറ്റം പറയും, അവർ ആ വേസ്റ്റ് എടുത്തിട്ട് പോയില്ല, ഇതെല്ലാം എറിയുന്നത് നമ്മളാണ്. അപ്പോൾ ഗവൺമെന്റ്, സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, അത് സർക്കാർ ചെയ്യുന്നുകൊണ്ട് ചെയ്തോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും കാതലായ സംഗതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാം. ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരാൾ അവിടെ ഇങ്ങനെ മാലിന്യം കൊണ്ടുവന്നൊരു തോട്ടിൽ നിക്ഷേപിക്കുന്നത് കണ്ടാൽ അയാളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആമയിഴഞ്ചാം തോട്ടിലൊക്കെ പണ്ട് ആൾക്കാർ കുളിച്ചിരുന്നു എന്ന്. അത് വലിയ ദൂരത്തല്ല, പ്യുവറായിരുന്ന സമയത്ത്. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് ഇനിയും അങ്ങനെ ആക്കിയെടുത്തുകൂടാ? എന്നിട്ട് ആക്കിയാൽ മാത്രം പോരാ, അവിടെ ആൾക്കാർ ഒന്നും കൊണ്ട് വലിച്ചെറിയാതെ നോക്കുകയും കൂടെ വേണം. അപ്പോൾ ഈ പൊല്യൂഷൻ ഒരു വലിയ എക്സ്റ്റെൻറ്റിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിക്കുകയാണെങ്കിൽ, ഒരേപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതുപോലെ അവബോധം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും ലോക്കൽ ബോഡീസിൻ്റെയും പ്രവർത്തന രീതി കുറേയും കൂടെ സുഗമമാകും. അപ്പോൾ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ്. ഈ ഒരു കാര്യങ്ങൾ ഇനി ഇത് സ്കൂളുകളിൽ, കോളേജുകളിലും ഈ സ്ട്രൈക്കും അതും കൊണ്ട് നടക്കാതെ ഈ വക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് വന്നാൽ ഈ യുവജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു മേഖലയാകുകയും ചെയ്യും. അവരെ ബാക്കിയുള്ള അൺനെസസറി കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.